എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ചോദ്യം, ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ? ഈ ചോദ്യം നമ്മുടെ ചുറ്റുമുള്ള ഈ അടുത്ത തലമുറയിലെ പിള്ളേർ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? അപ്പച്ചനമ്മച്ചിമാരുടെ ദൈവം എന്തിയേ? ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് ദൈവം അപ്പച്ചനമ്മച്ചിമാർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷെ ആ ദൈവത്തെ ഞങ്ങൾ കാണുന്നില്ലല്ലോ, എന്തിയേ? ജെൻസി, ജെൻ ആൽഫ, ഈ പിള്ളേരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏലീഷ ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്, ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ? പക്ഷെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കുന്നതും ഏലീഷ ചോദിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്, ആറ്റിറ്റ്യൂഡിന് വ്യത്യാസമുണ്ട്. ചോദ്യം ഒന്നാണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർ സംശയത്തോടു കൂടെ ചോദിക്കുന്നു. അന്ന് ഏലീഷ ചോദിച്ചത് വിശ്വാസത്താൽ നിറഞ്ഞുള്ള ചോദ്യമാണ്. എങ്ങനെ അറിയാം വിശ്വാസത്താലാണ് ചോദിച്ചതെന്നുള്ളത്? ഏലീഷ ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് ഒന്ന് അടിച്ചു നോക്കാം യോർദാൻ പിളരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അടിച്ചു നോക്കി, പിളരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏലിയാവിൻ്റെ ദൈവം എവിടെ? അങ്ങനെ ചോദിച്ചതല്ല, സംശയത്തിൽ ചോദിച്ചതല്ല. ഏലിയാവിൻ്റെ ദൈവം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ, ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ നീ ഇപ്പോൾ ഈ നിമിഷം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം എന്ന് ദൈവത്തോട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് അടിക്കുകയും ചോദിക്കുകയും ഒന്നിച്ചായിരുന്നു. അതാണ് ഏലിയാവിൻ്റെ ദൈവമായ യഹോവേ നീ എവിടെ? ഈ നിമിഷം എനിക്ക് വേണ്ടി ഇറങ്ങി വരണം. അങ്ങനത്തെ ഒരു വിശ്വാസത്താൽ നിറഞ്ഞൊരു ചോദ്യം. എങ്ങനെ സാധിച്ചു ഏലീഷയ്ക്ക് ഇതുപോലെ വിശ്വാസം നിറയാൻ? കാരണം എന്താണെന്നറിയോ? ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഏലിയാവിൻ്റെ ദൈവമായ യഹോവേ നീ എവിടെ? എന്ത്? ഏലിയാവിൽ കണ്ട വിശ്വാസം. ഏലീഷ ഏലിയാവിൽ ദൈവപ്രവൃത്തി കണ്ടു. ഏലിയാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതും ദൈവത്തിൻ്റെ അഭിഷേകം ഏലിയാവിൽ കൂടെ പ്രവർത്തിക്കുന്നതും ഏലീഷ കണ്ടാണ് വളർന്നത്. അപ്പം ഏലീഷയുടെ ഉള്ളിൽ അതുപോലെ ഒരു ആഗ്രഹം. നമ്മൾ ഏലിയാവ് ഈ ഗിൽഗാലിൽ എത്തിയപ്പോൾ ഏലീഷയോട് പറയാണ്, മോനെ നീ ഇവിടെ നിൽക്കുക, ദൈവം എന്നോട് ബഥേലിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്, നീ വരേണ്ട ആവശ്യമില്ല. ഏലീഷ പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടു മാറുന്ന പ്രശ്നമില്ല. ബഥേലിൽ എത്തിയപ്പം പറഞ്ഞു, കുഞ്ഞെ നീ ഇവിടെ നിൽക്കുക, എനിക്ക് എരിഹോയിലേക്കൊന്ന് പോകണം. അപ്പോൾ പറയില്ല, ഇല്ല ഞാൻ നിൻ്റെ കൂടെ വരും. എറിഹോയിൽ എത്തിയപ്പം പറയാ, നീ ഇവിടെ നിൽക്കുക, എനിക്ക് യോർദാനിൽ പോകണം. ഞാൻ പറയില്ല, ഞാൻ നിൻ്റെ കൂടെ വരും, ഞാൻ നിന്നെ വിട്ടുമാറുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുമാറാതെ ഏലിയാവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഏലിയാവിൻ്റെ ക്ലിങ് ഓൺ ചെയ്തുകൊണ്ട് ഏലീഷ ഇങ്ങനെ നടക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ? ഏലിയാവ് അവസാനം ചോദിച്ചു, നിനക്ക് എന്നതാ വേണ്ടി? നീ എന്തിനാ ഇങ്ങനെ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് എൻ്റെ പുറകെ നടക്കുന്നത്? അപ്പം ഏലീഷ പറയാ, മറ്റൊന്നുമല്ല, നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. അതുപോലുള്ള ആഗ്രഹം, അത്രയും തീഷ്ണത ഏലീഷയ്ക്ക് വരാൻ കാരണം എന്താണെന്നറിയുക? കണ്ട് മനസ്സിലാക്കി ഏലിയാവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും ദൈവപ്രവൃത്തി എന്തെന്ന് കണ്ട് മനസ്സിലാക്കി ഏലിയാവിൽ. അപ്പോൾ പറയാം, നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംശയം എന്താണ് അവർ ചോദിക്കുന്നത്? ദൈവം എന്തിയേ, അല്ലെ ഞങ്ങളിതൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കാരണം എന്താ? അവർ കണ്ടിട്ടില്ല. ഏലീഷ കണ്ടു, അതുകൊണ്ട് ഏലീഷയ്ക്ക് വേണമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്നും കാണുന്നില്ല. അവർ കേട്ടിട്ടുണ്ട്, പല കഥകൾ കേട്ടിട്ടുണ്ട്. അയ്യോ, അപ്പച്ചന്മാരുടെ സമയത്ത് വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ ദൈവം ചെയ്തു. അവർ ചോദിക്കുന്ന എന്തിയേ ആ ദൈവം ഇന്ന്? അതിന് കാരണക്കാരൻ നമ്മളാണ്. എൻ്റെ തലമുറയിലുള്ള നമ്മളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി ആ ഒരു ആഗ്രഹം, ആ ഒരു തീഷ്ണത അവരുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മളത് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കണം. നമ്മൾ പറയുക മാത്രമല്ല, പ്രവർത്തിച്ച് കാണിക്കണം. ഏലിയാവ് ജീവിച്ചതുപോലെ ജീവിച്ച് കാണിച്ചാൽ ഏലീഷമാർ ഉയരുക തന്നെ ചെയ്യും. ഏലീഷമാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ തലമുറയിൽ ചിലത് ഏലിയാവായിട്ട് മാറിയേ മതിയാകും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഏലിയാവ് ജീവിച്ചതുപോലെ ജീവിച്ചാൽ ഏലീഷമാർ എഴുന്നേക്കും. അവർ പറയും, ഈ അങ്കിളുടെ കയ്യിലുള്ള, ഈ ആൻറ്റിയുടെ കയ്യിലുള്ള ആ അഭിഷേകം എനിക്കും വേണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി പല കുഞ്ഞുങ്ങളും എഴുന്നേക്കും. പല ജെൻ ആൽഫമാർ, ഏലീഷമാർ എഴുന്നേക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം, ശുശ്രൂഷയിലുള്ള ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മൾ പല പ്രശ്നങ്ങൾ നേരിടും, പല വെല്ലുവിളികൾ നേരിടും, പല സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് മടുത്തു പോകുന്ന അവസ്ഥകൾ വരാം അതിന് സാധ്യതയുണ്ട്. ഏലിയാവിനത് സംഭവിച്ചു. ഏലിയാവ് ഒരു ദിവസം ദൈവത്തോട് പറയാം, ദൈവമേ മടുത്തു, മതി, നീ എന്നെ അങ്ങ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞതെന്നറിയോ? ഇല്ല മോനെ, അങ്ങനെ ഞാൻ നിന്നെ എടുക്കത്തില്ല. നിനക്കൊരു ദൗത്യമുണ്ട്. അടുത്ത ഒരു തലമുറയെ നീ വാർത്ത എഴുന്നേൽപ്പിക്കാതെ ഞാൻ നിന്നെ എടുക്കത്തില്ല.
ഏലീഷായെ അഭിഷേകം ചെയ്ത് ഏലീഷായെ അവന് പകരക്കാരനാക്കി, അല്ലെ അവനെക്കാട്ടി കൂടുതൽ ശക്തിയുള്ള ഒരു പ്രവാചകനാക്കി മെൻറ്റർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യം ദൈവം ഏലിയാവിനെ ഏൽപ്പിച്ചു. ഏലീഷ വളർന്നു വന്ന് ഏലിയാവിനെ കണ്ട് ഇതുപോലെ അഭിഷേകം എനിക്കും വേണം എന്നുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ് ഫുള്ളായി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, ഇനി നിന്നെ എടുക്കാനുള്ള സമയമായി. ദൈവം എടുത്തു. ഏലിയാവിൻ്റെ മേലുള്ള ആ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീഷയുടെ മേലെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഏലിയാവിനെ ദൈവം എടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാർ, ദൈവദാസിമാർ, നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, ഐ എം ടയേർഡ്, എനിക്ക് മതിയായി, നീ എന്നെ അങ്ങ് എടുക്ക്, അല്ലെങ്കിൽ നീ എന്നെ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും അങ്ങ് മാറ്റ്, അങ്ങനെയൊക്കെ പറയുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏലിയാവിനോട് പറയുന്നത് പോലെ തന്നെയാണ് ദൈവം നമ്മളോടും പറയുന്നത്. കുഞ്ഞെ, നീ അടുത്തൊരു തലമുറ എഴുന്നേൽപ്പിക്കേണ്ട ഒരു ശുശ്രൂഷ നിനക്കുണ്ട്. നീ ക്യാരി ചെയ്യുന്ന അനോയിന്റിങ്ങിന്റെ ഇരട്ടി പങ്ക് ക്യാരി ചെയ്യുന്ന അടുത്തൊരു തലമുറയെ നീ എഴുന്നേൽപ്പിക്കണം. അങ്ങനെ നീ ചെയ്താൽ, അങ്ങനെ ചില കുഞ്ഞുങ്ങളെ നീ മെൻറ്റർ ചെയ്ത് അവരുടെ മേൽ അഭിഷേകം പകർന്നു കൊടുത്താൽ, പിന്നെ ഞാൻ നീ വേറെ സ്ഥലത്തേക്ക് മാറ്റുവോ, നിന്നെ എടുക്കുവോ, എന്തെങ്കിലും ചെയ്തോളാം. പക്ഷെ ഇപ്പോൾ നിന്റെ ശുശ്രൂഷ ഇതോടുകൂടി തീരുന്നില്ല. ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട് ടു സേ. നിന്റെ ശുശ്രൂഷ ഏത് പ്രശ്നത്തിൽ കൂടെ, ഏത് വെല്ലുവിളി കേൾക്കുന്ന ദൈവദാസിയാണോ, ഞാൻ പറയട്ടെ, നമ്മുടെ ശുശ്രൂഷ അവിടെ നിൽക്കത്തില്ല. ദൈവം പറയുന്നത്, യോർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു റേസ് എ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത ഒരു ജെൻ സി, ഒരു ജെൻ ആൽഫയിൽ നിന്ന് ചില ഏലീഷാമാരെ എഴുന്നേൽപ്പിക്കാതെ ദൈവം നമ്മളെ ഇവിടുന്ന് മാറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട്, പ്രാർത്ഥിക്കുന്ന അങ്കിൾമാരോടും ആൻറ്റിമാരോടും ഒക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യം. പക്ഷേ ദൈവത്തോട് പറയാം, ദൈവമേ, അവരുടെ മുന്നേ ഒരു ഏലിയാവിനെ പോലെ ജീവിച്ചു കാണിക്കാനുള്ള കൃപ നീ തരണമേ. ഒരു ഏലിയാവിനെ പോലെ ജീവിക്കുമ്പോൾ പല ഏലീഷമാരും തന്നെയേ എഴുന്നേറ്റ് വരും. അവർ പറയും, അങ്കിളുടെ മേലുള്ള അഭിഷേകം എനിക്കും വേണം, ആൻറ്റിയുടെ മേലുള്ള അഭിഷേകം എനിക്കും വേണം. അങ്ങനെ പറയുന്ന ചില ഏലീഷമാർ എഴുന്നേൽപ്പിക്കാൻ ഉള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു.